ബംഗാളി പയ്യൻ മിലൻ ഷേഖ് നമുക്കൊരു മാതൃകയാണ്. കൃഷിയിലൂടെ നൽകുന്ന വലിയ മാതൃക. കേരളത്തിലെ കർഷകർ നഷ്ടക്കണക്കുകൾ പറയുമ്പോൾ ഇവിടെ പാട്ടകൃഷി നടത്തുന്ന ഈ 28കാരന് ലാഭക്കണക്ക് മാത്രമേ പറയാനുള്ളൂ. വിളവിലേറെയും വിദേശത്തേക്കാണ് അയക്കുന്നത്. പശ്ചിമ ബംഗാൾ ഗോകുൽചാക് സ്വദേശിയായ മിലൻ ഷേഖ് 15-ാം വയസ്സിൽ കൂട്ടുകാരനെ കാണാനെത്തിയതാണ്. കൃഷിപ്പണി ചെയ്തായിരുന്നു ഉപജീവനം. എറണാകുളം ജില്ലയിലെ വിവിധ ഇടങ്ങളിലായി 50 ഏക്കർ പാട്ടത്തിനടുത്താണ് ഇപ്പോൾ കൃഷി. വാഴ, മരച്ചീനി എന്നിവയാണ് മുഖ്യം. ഇടവിളയായി പച്ചക്കറിയുമുണ്ടൊപ്പം. വീട്ടുകാരോട് പോലും പറയാതെയാണ് 2010-ൽ എറണാകുളത്തെത്തിയത്. നെടുമ്പാശ്ശേരിയിൽ കൃഷിപ്പണിക്കെത്തിയ ആത്മസുഹൃത്ത് ബാബുവിനെ കാണാനായിരുന്നു വരവ്. ബാബു നൽകിയ പണം കൊണ്ടായിരുന്നു യാത്ര. ജോലി അന്വേഷിച്ചെങ്കിലും 15കാരന് പണി കൊടുത്താൽ പണി കിട്ടുമെന്ന് പേടിച്ച് ആരും നൽകിയില്ല. കാത്തിരിപ്പിനൊടുവിൽ ആലുവക്കാരനായ കർഷകൻ ജോലി നൽകി. 150 രൂപ ദിവസക്കൂലി. 1 വർഷം കഴിഞ്ഞ് മറ്റൊരിടത്തേക്ക് മാറി. അപ്പോഴേക്കും കേരളത്തിലെ കൃഷിരീതി മനഃപ്പാടമായി. നന്നായി മലയാളം സംസാരിക്കും. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. സമ്പാദ്യമായ 15,000 രൂപയും ഉമ്മയുടെ സ്വർണം പണയപ്പെടുത്തി സംഘടിപ്പിച്ച പണവും ഉപയോഗിച്ച് 2019-ലാണ് പാട്ടത്തിന് സ്ഥലമെടുത്ത് കൃഷി ഇറക്കിയത്. വാഴയും കപ്പയും 100 മേനി വിളഞ്ഞതോടെ മറ്റൊരു സ്ഥലം കൂടി പാട്ടത്തിനെടുത്തു. നെടുമ്പാശ്ശേരി ദേശം, ശ്രീമൂലനഗരം, ചെങ്ങമനാട്, ദേവഗിരി എന്നിവിടങ്ങളിലായി 50 ഏക്കറിലാണിപ്പോൾ കൃഷി. 1 കോടിക്ക് മേലെയാണ് പ്രതിവർഷം വിറ്റുവരവ്. പകുതിയിൽ കൂടുതലും കൃഷിക്കായി നീക്കിവെക്കും. മലയാളികളടക്കം 25-ലേറെ പേർ പണിക്കുണ്ട്. മാതാപിതാക്കളായ അഷ്റഫ്, അലി, ഫാത്തിമ എന്നിവരെയും സഹോദരങ്ങളെയും വർഷത്തിലൊരിക്കൽ കേരളത്തിലേക്ക് കൊണ്ടുവരാറുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കെട്ടിട നിർമ്മാണ മേഖലയിൽ 350 രൂപ കൂലിക്ക് ഓഫർ വന്നപ്പോഴും കൃഷിയിൽ പിടിച്ചു നിന്നതാണ് തൻ്റെ വിജയമെന്ന് മിലൻ പറയുന്നു. രാവിലെ 7 മുതൽ വൈകിട്ട് 5 വരെ എല്ലായിടത്തും എത്തും. കൃഷിയൊരുക്കാനും വളമിടാനും വിളവെടുപ്പിനുമെല്ലാം മുന്നിലുണ്ടാകും. കാർഷിക വിളകൾ കയറ്റുമതി ചെയ്യാൻ സ്വന്തമായി എക്സ്പോർട്ടിംഗ് കമ്പനിയാണ് അടുത്ത ലക്ഷ്യം. അതിനുശേഷമേ വിവാഹം കഴിക്കുകയുള്ളൂ. സ്വന്തമായി വീട് വെച്ച് കേരളത്തിൽ ജീവിക്കാനാണ് മോഹം.